രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അപവാദ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്യുകയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പാലക്കാട് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടം ആ പദവി രാജിവെക്കണമെന്ന് ആവശ്യമുയർത്തി കേരളത്തിൽ എമ്പാടും ശക്തമായ സമര പരിപാടികളാണ് CPM യുവജന സംഘടനയായ DYFIയും വിദ്യാർത്ഥി വിഭാഗമായ SFIയും സംഘടിപ്പിക്കുന്നത്. ആരോപണ വിധേയനായ രാഹുൽ മാത്രമല്ല, അച്ചടക്ക നടപടി പാർട്ടിയിൽ നിന്ന് എടുത്തിട്ടും രാഹുലിനെ സംരക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരെ CPMഉം യുവജന പോഷക സംഘടനകളും സമരപരിപാടികൾ നടത്തുകയുണ്ടായി. ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ കർശന നിലപാടുമായി മുന്നോട്ട് നീങ്ങുന്ന CPM സ്വന്തം പാളയത്തിൽ ബലാത്സംഗം കേസുള്ള MLAയുടെ രാജി വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പും വിഷയമാണ്. എന്നാൽ ഈ വീഡിയോയുടെ പശ്ചാത്തലമെന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായി പുറത്തുവന്ന ഒരു വാർത്തയാണ്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് വൈശാഖനെ വിവിധ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് CPM 2023 പാർട്ടി സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കിയത്. അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം സ്വന്തം പാർട്ടിയിലെ വനിതാ സഹപ്രവർത്തക നൽകിയ ലൈംഗിക പീഡന പരാതിയായിരുന്നു. പാർട്ടി അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ താൻ പരാതി പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുമെന്ന് കർശന നിലപാട് യുവതി എടുത്തതോടെയാണ് വൈശാഖനെ മാറ്റി നിർത്തുവാൻ പാർട്ടി നിർബന്ധിതമായത്. ഇതിനു പുറമെ തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ സ്വകാര്യ ക്വാറിക്കെതിരെ പരാതി നൽകിയ ആളെ മുതലാളിക്കു വേണ്ടി വൈശാഖൻ സ്വാധീനിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. പരാതി പിൻവലിച്ചാൽ പണം വാങ്ങി കൊടുക്കാമെന്നാണ് വൈശാഖൻ പരാതിക്കാരനോട് പറഞ്ഞത്. പ്രകൃതിക്ക് അപകടമുണ്ടാകുന്ന രീതിയിൽ ക്രമവിരുദ്ധമായി പാറഖനനം നടത്തിയ ആൾക്കെതിരെ വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതി പിൻവലിക്കാനാണ് വൈശാഖൻ സമ്മർദ്ദം ചെലുത്തിയത്. തനിക്കും കൂടെ കൂട്ടിയുള്ള പണം പറഞ്ഞോളൂ, അതുകൂടി വാങ്ങിയെടുക്കാമെന്നും വൈശാഖൻ പറയുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണം നേരിടുന്ന, ക്രമവിരുദ്ധമായി നടക്കുന്ന പാറമടയ്ക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കുവാൻ പണം വാഗ്ദാനം ചെയ്ത മുതലാളിമാരുടെ കയ്യാളായി പൊതുപ്രവർത്തകരെ സമീപിക്കുന്ന നേതാവിനെയാണ് CPM പാർട്ടിയിലേക്ക് തിരികെ എടുക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇയാളെ തിരികെ എടുക്കുവാനുള്ള ശുപാർശ നൽകിയത് കേവലം ബ്രാഞ്ച് കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ അല്ല, നേരെ മറിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുമാണ് എന്ന് ഓർക്കണം. ഈ 2 യോഗങ്ങളിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് പങ്കെടുത്തു എന്നുകൂടി നാം മനസ്സിലാക്കിയിരിക്കണം. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സദാചാര പോലീസ് കളിക്കുന്ന CPM NP വൈശാഖനെ തിരികെ എടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കേരളത്തിൽ നൽകുന്നത്? CPM-കാരനാണെങ്കിൽ എന്ത് നിയമവിരുദ്ധതയും നടത്താമെന്ന സന്ദേശമോ? അതോ ഇതിനെല്ലാം അപ്പുറം തങ്ങൾക്ക് നിയമം ബാധകമല്ല എന്ന സന്ദേശമോ?